അന്ന പ്രസാദ് ഒരു ഇന്ത്യൻ നർത്തകിയും അഭിനേത്രിയുമാണ്. പ്രധാനമായും മലയാളം സിനിമ, ടെലിവിഷൻ മേഖലയിലാണ് അവൾ പ്രവർത്തിക്കുന്നത്. D3, D4 ഡാൻസ്, ഡാൻസ് കേരള ഡാൻസ് തുടങ്ങിയ ധാരാളം ഡാൻസ് റിയാലിറ്റി ഷോകളിൽ മത്സരാർത്ഥിയായും മെന്റർ ആയും പ്രവർത്തിച്ചതിലൂടെ അവൾ കൂടുതൽ പ്രശസ്തയായി. ഇന്നസെന്റ്, അടപടലം തുടങ്ങിയ ചിത്രങ്ങളിലൂടെ അവൾ മലയാള സിനിമ മേഖലയിലും പ്രശസ്തയാണ്. ഇൻസ്റ്റഗ്രാമിൽ ധാരാളം ഫോളോവേഴ്സ് ഉള്ള ഒരു ഡിജിറ്റൽ ക്രിയേറ്റർ കൂടിയാണ് അന്ന. ചെറുപ്പം മുതൽ തന്നെ അന്ന ക്ലാസിക്കൽ ഡാൻസ് പരിശീലിച്ചു വന്നിരുന്നു. അതിനാൽ തന്നെ മറ്റേത് ഡാൻസ് ഫോം കളിക്കാനും അന്നക്കു വളരെ എളുപ്പമായിരുന്നു. D3 എന്ന റിയാലിറ്റി ഷോയിലെ തകർപ്പൻ പ്രകടനമാണ് അന്നക്ക് പ്രേക്ഷക പ്രശംസ നേടിക്കൊടുത്തത്. ആ റിയാലിറ്റി ഷോയിൽ ജഡ്ജസിന് പ്രിയപ്പെട്ട മത്സരാർത്ഥിയായിരുന്നു അന്ന. അതിനുശേഷം അന്നക്കു സിനിമ അവസരങ്ങൾ വന്നു തുടങ്ങി. ക്രിക്കറ്റ് താരം ശ്രീശാന്ത് അഭിനയിച്ച ടീം 5 എന്ന ചിത്രത്തിലൂടെയാണ് അവൾ അഭിനയരംഗത്തേക്ക് വരുന്നത്. ചിത്രം ഒരു വൻ പരാജയമായിരുന്നു. അതിനാൽ തന്നെ അന്നയുടെ വേഷം ശ്രദ്ധിക്കപ്പെട്ടില്ല. പിന്നീട് അവൾക്ക് കാര്യമായ അവസരങ്ങൾ ലഭിക്കാത്തതിനാൽ അന്ന വീണ്ടും ഡാൻസിലേക്ക് തിരിച്ചുവന്നു. ഏഷ്യാനെറ്റിൽ സംപ്രേക്ഷണം ചെയ്ത ഡാൻസ് കേരള ഡാൻസ് എന്ന റിയാലിറ്റി ഷോയിൽ പങ്കെടുത്തു. അന്ന പ്രസാദിന്റെ ഉയരം 5 അടി 5 ഇഞ്ച് ഉയരവും ഏകദേശം 60 കിലോഗ്രാം ഭാരവുമുണ്ട്. അവളുടെ ശരീര അളവുകൾ അതായത് മുലകളുടെ വലിപ്പം, അരക്കെട്ടിന്റെ വലിപ്പം, ചന്തികളുടെ വലിപ്പം എന്നിവ യഥാക്രമം 32, 30, 34 എന്നിങ്ങനെയാണ്. അവളുടെ മുലകളുടെ വലിപ്പം 32D, അവളുടെ അരക്കെട്ടിന്റെ വലിപ്പം 30 ഇഞ്ച്, അവളുടെ ചന്തികളുടെ വലിപ്പം 34 ഇഞ്ച്. അന്ന പ്രസാദ് ഒരു ഇന്ത്യൻ നർത്തകിയും അഭിനേത്രിയുമാണ്. പ്രധാനമായും മലയാളം സിനിമ, ടെലിവിഷൻ മേഖലയിലാണ് അവൾ പ്രവർത്തിക്കുന്നത്. D3, D4 ഡാൻസ്, ഡാൻസ് കേരള ഡാൻസ് തുടങ്ങിയ ധാരാളം ഡാൻസ് റിയാലിറ്റി ഷോകളിൽ മത്സരാർത്ഥിയായും മെന്റർ ആയും പ്രവർത്തിച്ചതിലൂടെ അവൾ കൂടുതൽ പ്രശസ്തയായി. ഇന്നസെന്റ്, അടപടലം തുടങ്ങിയ ചിത്രങ്ങളിലൂടെ അവൾ മലയാള സിനിമ മേഖലയിലും പ്രശസ്തയാണ്. ഇൻസ്റ്റഗ്രാമിൽ ധാരാളം ഫോളോവേഴ്സ് ഉള്ള ഒരു ഡിജിറ്റൽ ക്രിയേറ്റർ കൂടിയാണ് അന്ന. ചെറുപ്പം മുതൽ തന്നെ അന്ന ക്ലാസിക്കൽ ഡാൻസ് പരിശീലിച്ചു വന്നിരുന്നു. അതിനാൽ തന്നെ മറ്റേത് ഡാൻസ് ഫോം കളിക്കാനും അന്നക്കു വളരെ എളുപ്പമായിരുന്നു. D3 എന്ന റിയാലിറ്റി ഷോയിലെ തകർപ്പൻ പ്രകടനമാണ് അന്നക്ക് പ്രേക്ഷക പ്രശംസ നേടിക്കൊടുത്തത്. ആ റിയാലിറ്റി ഷോയിൽ ജഡ്ജസിന് പ്രിയപ്പെട്ട മത്സരാർത്ഥിയായിരുന്നു അന്ന. അതിനുശേഷം അന്നക്കു സിനിമ അവസരം